അല്ല, അതിൽ നാം കാണേണ്ടത് വലിയ അംഗീകാരം നേടിയ പ്രവർത്തനമാണല്ലോ DYFI കാഴ്ചവെച്ചത്. DYFI നടത്തിയ പ്രവർത്തനം പിന്നീട് പലരും മാതൃകയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പങ്കുചേർന്ന പ്രവർത്തനം കൂടിയാണ്. ഇനി കമ്മ്യൂണിറ്റി കിച്ചൺ അവർ കൊണ്ടുവന്നോട്ടെ. ആ സന്ദർഭത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ വന്നു. കമ്മ്യൂണിറ്റി കിച്ചൺ വരുമ്പോൾ ഇത് ഞങ്ങൾ തന്നെ പാചകം ചെയ്യും. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇത് വിതരണം ചെയ്യേണ്ടതില്ലാത്ത കാരണം എന്നുള്ളത്, ഞാൻ MP ആയിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നമ്മൾ ഒരു പൊതുവായി കിച്ചൺ ഉണ്ടാക്കി. ആ കിച്ചൻ്റെ ഭാഗമായി നടത്തിപ്പിന് സംവിധാനം ഉണ്ടാക്കി. അതാണ് പിന്നീട് ബൈസ്റ്റാൻഡേഴ്സിനുൾപ്പെടെ ഡയറ്റീഷ്യൻ ശുപാർശ ചെയ്യുന്ന രോഗികൾക്കും ഭക്ഷണം കൊടുക്കുന്ന രീതി എത്തിയത്. എന്നാൽ അതെല്ലായിടത്തും കഴിഞ്ഞിരുമില്ല. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ DYFI ആദ്യം ആരംഭിച്ചു. നല്ല പ്രശംസ നേടിയ പദ്ധതിയായി എല്ലാവരും സഹകരിച്ചു. അതിപ്പോൾ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്കും പോകുന്നു. അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട് നല്ല പദ്ധതികൾ ഇല്ലാതാക്കിയാൽ അതിൻ്റെ ദോഷം ഗവൺമെൻറ് തന്നെയാവില്ലേ? ഈ രോഗികൾക്ക് ഭക്ഷണമൊന്നും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേരളത്തിലിപ്പോൾ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ലീഡെല്ലാം പനി പടരുന്നു, പനിയിൽ വിറങ്ങലിച്ച് കേരളം, വെന്ത് കേരളം, ഇങ്ങനെ എത്രയോ ലീഡ് ഇടാവുന്ന സമയം കഴിഞ്ഞു. ഓരോ ആശുപത്രിയും നിങ്ങൾ നോക്കൂ, ഓരോ പ്രദേശത്തും നോക്കൂ, എത്രമാത്രം പനിയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യമുണ്ട്, ഇത്രയും മലക്കം മറിച്ചിൽ വരുമ്പോൾ പിന്നെ അവർക്കിടയിലും തർക്കം വരുമ്പോൾ ഇപ്പോൾ ആ ഡെൻ്റൽ കോളേജിലെ കുട്ടിയുടെ ആത്മഹത്യയില്ല, സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ചല്ലോ. ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഒരു പ്രധാന ജോലി അത് ആയിരിക്കുമല്ലോ. നിങ്ങളുടെ അന്വേഷണ സംഘം പോവും, എവിടേക്കാണ് ഇയാൾ ഒളിച്ചിരിക്കാൻ ഇടയുള്ളതെന്ന് കണ്ടെത്തും, ഏതെല്ലാം ബന്ധങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇപ്പോൾ ഈ എന്നും മലക്കം മറിച്ചിലും KSU മുതൽ ഒരു പത്രസമ്മേളനം നടത്തിയാൽ KSU പ്രസിഡന്റ് നിഷേധിക്കണം, ലോയേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് നിഷേധിക്കണം, ഞങ്ങൾ വസ്തുതാപരമായി നിഷേധിക്കണം, NSS സെക്രട്ടറി നിഷേധിക്കണം, ടാറ്റ ഗ്രൂപ്പ് നിഷേധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് നല്ല ജോലിയാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത്രയും മാസമായിട്ട് ഒരു പ്രധാന പ്രതി അറസ്റ്റ് ചെയ്യുക, എന്താ ഈ കണ്ണീര് വീടില്ല. ഞങ്ങൾ എന്തെല്ലാം ഒരു നിയമസഭയിലെ പ്രസംഗങ്ങൾ നേരത്തെ കോളേജിൽ നടന്നപ്പോൾ ഓർമ്മയുണ്ടല്ലോ. അതിനാരെങ്കിലും അനുകൂലിച്ചിരുമോ അന്നത്തെ സന്ദർഭത്തിൽ? അതിനെ പ്രതികളെ പിടികൂടി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനും ശക്തമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചില്ലേ? ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിട്ടും പ്രതി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? അപ്പോൾ ഗവൺമെൻറ് ആരുടെ പക്ഷത്ത് നിൽക്കുന്നു? ഈ കേരളത്തിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കേരളത്തിൽ ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? 2 മാസമായി കഴിഞ്ഞപ്പോഴേക്കും KSU പ്രസിഡന്റ് മുഖ്യമന്ത്രിയോട് പറയാണ് ജാഗ്രത വേണം സംസാരിക്കും. ഞാൻ പറയുമ്പോഴാണല്ലോ ഇത്തിരി ബുദ്ധിജീവിക്കുള്ള പ്രശ്നമുള്ളൂ. KSU പ്രസിഡന്റ് പറയാണ് ജാഗ്രത ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിക്ക്. ഇതുവരെയുള്ള എന്താ ഈ കേരളത്തിൽ നടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.